സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 26 പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജി എന്താണ്, വെനസ്ഡേ എനർജി എന്താണ്. പായൽ നമ്പർ 1 വെനസ്ഡേ എനർജി. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വോൺസിൻ്റെ എനർജി, 2 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഈ ഒരു എനർജി കട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഇവിടെ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഔട്ട്സൈഡ് വേൾഡ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയറമെൻറ്റ് അല്ലെങ്കിൽ സാഹചര്യമായിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ചാലഞ്ച് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അഡ്വൈസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ, നോ പറയേണ്ട സാഹചര്യങ്ങളോട് സ്ട്രോങ് ആയിട്ട് നോ പറയാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കോമ്പറ്റീഷൻ്റെ എനർജി ആയിരിക്കാം, നിങ്ങളെ തളർത്താനായിട്ട്, നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന എനർജി ആയിരിക്കാം. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയും ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട്, തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ന്യൂ എനർജീസ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുട്ടികൾ ഫോക്കസിൽ വരുന്നുണ്ടാകാം. പാരൻസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി, കുടുംബം, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അവിടെ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ നെയ്ബേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എഗെയിൻ ഈ ഒരു എനർജിയാണ്. അപ്പോൾ അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സംരക്ഷണം, എന്തെങ്കിലും പ്രൊട്ടക്ഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഇതായിരിക്കാം, നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ചിന്താരീതി, നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാറ്റേൺസ്, അതിലെന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, ഇവിടെ സൺ വന്നേക്കുന്നത് കൊണ്ടിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ പൊസസീവ്നെസ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന എനർജി ആയിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് പേര് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം, സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ പുതിയൊരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രൗൺ ചക്രയിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ചിന്താരീതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന പല പാറ്റേൺസും ഉണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം. അതിലൊരു ഷിഫ്റ്റ്, മാറ്റം കൊണ്ടുവരുമ്പോൾ ഒത്തിരി നിങ്ങളുടെ ക്രൗൺ ചക്ര ഹീലിംഗ് സംഭവിക്കുന്നതാണ്. കുറച്ചും കൂടെ ആലോചിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഫൂൾ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ ബിഗിനിങ്, കുറച്ച് പേർക്ക് കുട്ടികളുടെ എനർജിയാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അവർ വഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ് ആണ്, ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
അപ്പോൾ ഈ പറഞ്ഞ കാര്യം കുറച്ചൊന്ന് കെയർഫുള്ളാകുക, ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് എനർജി ഷെയർ ചെയ്യണം, അതെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. സൺ വന്നിട്ട് ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയുമാണ്. കുറച്ച് പേർക്ക് ലാസ്റ്റ് സൺഡേ അല്ലെങ്കിൽ ഇനി വരുന്ന സൺഡേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട്, നിങ്ങളുടെ പർപ്പസായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അതായത് എന്ത് ചെയ്യാനായിട്ടാണോ ഞാനിവിടെ വന്നത്, എൻ്റെ പർപ്പസ് എന്താണ്, ആ ഒരു ഡെസ്റ്റിനി, ആ ഒരു എനർജി ആയിട്ടും കുറച്ച് പേർക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. വിത്തിൻ 20 days അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എനർജീസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി, വ്യക്തത നൽകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. ഓക്കെ, അതും നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗ്ലോ അപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ ശാന്തമാകുമ്പോൾ ആ ഒരു പ്രകാശം നിങ്ങളുടെ ഫേസിലും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലോ അപ്പിൻ്റെ എനർജി, ഒരു ഹാപ്പി എനർജിയും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. ഒൺലി തിങ് ഈ ഒരു പറഞ്ഞ കാര്യം കുറച്ചൊന്ന് കെയർഫുൾ ആക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 26 പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. പാൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്. താങ്ക് യു. Ten of Swords in the energy. Knight of Swords in the energy. രണ്ടും സോഡ്സ് ആണ്. മെൻ്റൽ ടെൻഷൻ ആയിരിക്കാം. കിങ് ഓഫ് വോൺസിൻ്റെ എനർജി. കിങ്, 2 കിങ് ആണ് വന്നേക്കുന്നത്. ജസ്റ്റിസ്, 6 of Swords, അതുപോലെ തന്നെ ഇവിടെ 10 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ശാന്തി, സമാധാനം, ഒരു ഐക്യത്തിൻ്റെ എനർജി, അത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻജസ്റ്റിസ്, എന്തെങ്കിലുമൊക്കെ തെറ്റായ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ദിവസം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും കോർട്ട് കേസ്, അങ്ങനത്തെ എന്തെങ്കിലും എനർജി ആയിരിക്കാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വരുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് മറനീക്കി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. അഗെയിൻ എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, ജ്ഞാനം നിങ്ങളെ ഇന്നത്തെ ദിവസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ ആയിരിക്കാം, എൻ്റെ ലൈഫിൽ ഇതുപോലെ നേടണം, ഈ ഒരു കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങളുടെ ഗോൾസ്. അങ്ങനത്തെ എനർജി ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഹാങ്ഡ് മാനിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് പോസ് എടുക്കുക. നിങ്ങൾക്കുള്ള അറിവ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അറിവുള്ള ആൾക്കാരിൽ നിന്നിട്ട് നോളേജ്, ജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ഗോൾസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക്
ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം, പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടിക്കളിയായിട്ട് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകില്ല, പക്ഷേ അത് പിന്നീട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അത് നിങ്ങളോട് ഇന്നത്തെ ദിവസം അപ്ലൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കുറച്ചൊരു കമ്പാഷൻ, കുറച്ചൊരു സ്നേഹം, കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷണൽ ആ ഒരു മെച്യൂരിറ്റി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അതിന് നിങ്ങളെ ഈ ഒരു ഹാങ്ഡ് മാൻ്റെ എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ധൃതി കൂട്ടി ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഷിഫ്റ്റിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ. കുറച്ച് പേർക്ക് ഇവിടെ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും എനർജീസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ കാര്യമായിരിക്കാം. ഇവിടെ വന്നിട്ട് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിച്ചില്ല, കറക്റ്റായിട്ട് നിങ്ങളുടെ കൂടെ നിന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 10 ഓഫ് സോഡ്സിലും നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ബാക്ക് സ്റ്റാബിങ്ങിൻ്റെ എനർജി ആയിരിക്കാം, പിന്നിൽ നിന്ന് കുത്തിയ എനർജി ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഇമോഷണൽ എനർജിയിൽ വന്നിട്ട് നിങ്ങൾ ഒന്നും പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. ബുദ്ധിപൂർവം ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ബോഡി പെയിൻ, ബാക്ക് പെയിൻ, ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊരു വിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. റെസ്റ്റ് എടുക്കുക, ഡോക്ടറിൻ്റെ എന്താ പറയുക അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ അക്കരപ്പച്ച എന്ന് പറയില്ലേ, കാരണം നമ്മളൊരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ, ആ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ഞാൻ ഹാപ്പി ആകുമായിരുന്നു. അങ്ങനത്തെ ഒരു എനർജി കുറച്ച് പേരുടെ ഉള്ളിലുള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. കാരണം നമുക്കറിയില്ല ആ ഒരു വ്യക്തി എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയത്. ആ ഒരു സ്പേസിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എന്താ പറയുക ബ്ലോക്കേജ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ ഒരു വ്യക്തി ചെയ്തു അത് നമുക്ക് അറിയത്തില്ല. ഒൺലി തിങ് നമ്മൾ ആ ഒരു വ്യക്തി ആ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വിക്ടറി, ആ ഒരു അച്ചീവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക്, ഒത്തിരി എനർജീസ് ആ ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതും കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണോ, നിങ്ങളുടെ ലൈഫ് എന്താണോ അത് കുറച്ചും കൂടെ മനസ്സിലാക്കുക. അവിടെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങൾ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നമുക്കറിയാം ഈ ഒരു വ്യക്തിയുടെ ഹാബിറ്റ് ഇതാണ്, പാറ്റേൺ ഇതാണ്, അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എൻവയറമെൻറ്റിൽ നിന്നിട്ട്. അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ വിസിറ്റേഴ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ട്രാവലിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.